ഹായ് ഹലോ, നമുക്കിന്നൊരു അടിപൊളി കടലക്കറി ട്രൈ ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച കടല വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മുടെ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ടിട്ട് ഒരു 5 വിസിൽ അടിക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അത് ഓരോരുത്തരുടെ കടലയുടെ വേവ് അനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു 5 വിസിൽ വേവിച്ചെടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ കടല ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 3-4 അള്ളി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും, ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു മല്ലിയിലയും കുറച്ച് മല്ലിയിലയും ഒരു പിടി തേങ്ങയും നമ്മൾ ഈ വേവിച്ച് വെച്ച കടലയുടെ ഒരു ഇച്ചിരി കടലയും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ അരിഞ്ഞ് കിട്ടിയാൽ മതി, ഒരുപാട് അരിഞ്ഞു പോകരുത്. അതിനുശേഷം വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കി അതിൽ കടുകിട്ട് പച്ചമുളകും സബോളയും ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാക്കി വഴറ്റിയെടുക്കരുത്. ഇതുപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും മല്ലിപ്പൊടി, ഗരം മസാല, ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വെള്ളത്തോടൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഈ ഒരു പാകമായി കഴിയുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.